ഹായ് എവരിവൺ. ഹായ് ഗൈസ്. നിങ്ങൾ +2 CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്ന CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ, JE ആസ്പിറൻസ് ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതെ, JE 2025 എഴുതിയിട്ട് IIT NIT ഒക്കെ സ്വപ്നം കാണുന്നവരുണ്ടാവും. നമുക്കറിയാം, ഈ സയൻസ് മാത്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ IIT-കളും NIT-കളും ഒക്കെയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളുകൾ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്തുകൊണ്ട് നമ്മൾ എത്തണം. പലതവണ നിങ്ങൾ നമ്മളെ ചാനലിൽ തന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, എന്തുകൊണ്ട് IIT പോകണം, എന്തുകൊണ്ട് NIT പോകണം, ആ ക്യാമ്പസുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ മിസ്, നമുക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകൾ, ഇവര് സുന്ദർ പിച്ചെ പോലുള്ള ഇൻസ്പയറിംഗ് ആളുകളൊക്കെ ഇവര് റോൾ മോഡൽസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് എപ്പോഴും അതുപോലെ ആവണം, അതുപോലെ വലിയ കമ്പനിയിൽ അല്ലെങ്കിൽ CEO ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവും. അതെ, അപ്പൊ വലിയ ഡ്രീംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയില് IIT-കൾ NIT-കൾ പോലെ ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ എന്തുണ്ട്, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള JE മെയിനും JE അഡ്വാൻസ് 2 ലെവൽ എക്സാംസ് നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം. അപ്പൊ JEന്റെ കോമ്പറ്റീഷൻ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോ ഇത് അത്രയും കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ നീറ്റിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, JE മെയിൻ 3 തവണയും JE അഡ്വാൻസ് 2 തവണയും എഴുതാൻ പാടുള്ളൂ. അതെ, വളരെ ലിമിറ്റഡ് ആയിരിക്കുന്ന നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ സെലക്ഷൻ പ്രൊസീജിയർ വളരെ ടൈറ്റ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ടഫസ്റ്റ് എന്ന് പറയുന്നത്, അതോ ഗ്രേറ്റ് എക്സാംസ് ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്കൊന്ന് പെട്ടെന്ന് കണ്ട, അയ്യോ ഇത്രയും വലിയ എക്സാം ആണോ, അപ്പൊ എന്റെ +1 എല്ലാം കയ്യിൽ നിന്ന് പോയി, ഞാൻ ഇനി +2 എങ്ങനെ +2 മാത്രം എനിക്കിത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ? അത് മാത്രമല്ല, ഇനി ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കണ്ട. പക്ഷെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ചാൻസസേ ഉള്ളൂ എക്സാം എഴുതാൻ. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും +2 എഴുതുന്ന വർഷം, അതായത് നിങ്ങൾ 2025 +2 എഴുതാൻ പോവാണല്ലോ, +2ന്റെ കൂടെ തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് JE മെയിനും JE അഡ്വാൻസും അപ്രോച്ച് ചെയ്യേണ്ടതാണ്. കാരണം എന്താ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് എഴുതാനേ ഇനി ഒരു ചാൻസ് കൂടി ഉള്ളു. അപ്പൊ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ ആരും ഉണ്ടാക്കിയെടുക്കരുത്. നമ്മൾ +2ന്റെ കൂടെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ റിയാലിറ്റി. സീരിയസ് ആയി പ്രിപ്പയർ ചെയ്താലേ തുടക്കം മുതലേ ബേസ് ലെവല് തൊട്ട് നമ്മള് മെല്ലെ മെല്ലെ കെട്ടി ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന എക്സാം ആണ്. ശരിക്കും എക്സാം എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾക്ക് എക്സാമിനേഷനെ പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് IIT-കളിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിയാത്തത്. അവർ അറിയുമ്പോഴേക്ക് സമയം കഴിഞ്ഞു. അതെ, അത് മാത്രമല്ല, നമ്മൾ ഈ എക്സാംസ് പറഞ്ഞാൽ JE എക്സാം എന്ന് പറഞ്ഞാൽ +1 +2 നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന NCERT സിലബസ് അല്ലെങ്കിൽ CBSE സിലബസ് തന്നെയാണ് ഈ എക്സാമിന്റെ സിലബസ്. അപ്പൊ എന്തുകൊണ്ടും +1 +2 പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് റിയൽ സ്ട്രാറ്റജി. യഥാർത്ഥ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകലാണ്. കാരണം സിലബസ് സെയിം ആണ്. നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ എൻട്രൻസ് പഠിക്കുക വേണ്ടു. പക്ഷെ ഇപ്പൊ പല ആളുകളുടെയും വലിയൊരു കൺസേൺ ഇതാണ്, എന്താണ്, +1 വേസ്റ്റ് ആയി പോയല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ +2-ലേക്ക് ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ +1 ഇനി പഠിച്ചെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. അതായത് 2025 +2 CBSE ഒപ്പം കൂടി JE കൂടി എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി സൂപ്പർ കിങ്സ് JE ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. CBSE കുട്ടികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോഴ്സുമായിട്ട് വരുവാണ്. സൂപ്പർ കിങ്സ് എന്നാണ് അതിന്റെ പേര്. നമുക്കറിയാം, സൈലത്തിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മൾ 2-3 കൊല്ലൊക്കെ ആയിട്ടുള്ളൂ JE ലോഞ്ച് ചെയ്തിട്ടുള്ളെങ്കിലും ഈ വർഷം തന്നെ വളരെ, നമ്മൾ ഓൾറെഡി മുൻ വർഷങ്ങളിലൊക്കെ IIT-ലെത്തിയ കുട്ടികളുടെ വീഡിയോസ്, ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടോ. പക്ഷെ ഈ വർഷം നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ആണ് വന്നിരിക്കുന്നത്. അതില് തന്നെ +2-ന്റെ കൂടെ 99% എബവ് വാങ്ങിച്ച കുട്ടികളുണ്ട്. സോ അവര് നിങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കണം. കാരണം ഇതിൽ നിന്ന് മോട്ടീവ് ഉൾക്കൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷന് തുടക്കം കുറിക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ ഹിസ്റ്ററിയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നല്ല റാങ്കുകളിലേക്ക് എപ്പോഴും എത്തുന്നത് +2ന്റെ കൂടെ തന്നെ എഴുതുന്ന കുട്ടികളാണെന്ന് കൂടി റിയലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വർഷത്തെ റിസൾട്ട് പറഞ്ഞല്ലോ, നമ്മള് റീസെന്റ് ആണ് JE ലോഞ്ച് ചെയ്തെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, സൈലത്തിന്റെ JE ടീം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ടീമാണ്. അതായത് മുൻ വർഷങ്ങളിൽ 10, 20, 30 ഒക്കെ വർഷങ്ങളായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, IIT-ൻസിനും NIT-ൻസിനും ഒക്കെ ഒരുപാട് ആളുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റി ലൈനപ്പാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സൂപ്പർ കിങ്സ് JE-യുടെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവും? അതില് ഏറ്റവും അട്രാക്ടിങ് ആയിട്ടുള്ളത് സാറ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഫാക്കൽറ്റി ലൈനപ്പ് തന്നെയാണ്. ബെസ്റ്റ് ഫാക്കൽറ്റി ടീമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ എപ്പോഴും റിവിഷൻ പ്രോഗ്രാംസിനൊക്കെ പറ്റി ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റില് കേരളത്തില് ആരും നടത്താത്ത കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നടത്തി കുട്ടികൾക്ക് അങ്ങനെ ഒരു ലൈവ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ
മൊത്തത്തിൽ കേരളത്തിന്റെ JE നിലവാരത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുന്ന സ്ട്രക്ചേർഡ് ആയിരിക്കുന്ന രീതിയിലേക്ക് സൈലം മുന്നോട്ട് പോകുന്നത് സൈലത്തിന്റെ ഈ ബെസ്റ്റ് ഫാക്കൽറ്റി ലൈനപ്പ് ഉള്ളതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിക്കുന്നതാണ് ക്ലാസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ക്ലാസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്നു, വീട്ടിലിരുന്നു, വീട്ടിൽ നിങ്ങളുടെ സമയത്തിരുന്ന് നിങ്ങളുടെ സ്ഥലത്തിരുന്ന് നിങ്ങൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ഫാക്കൽറ്റിയുടെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യുന്നുള്ള സ്ട്രക്ചറിലാണ് ഇത് പോകുന്നുണ്ടാവുക. മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്കൂളിന്റെ ഒപ്പം തന്നെ മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എനിക്കറിയാം കുറച്ചു കാലം മുമ്പ് ഈ ഡിജിറ്റൽ റവല്യൂഷൻ ഒക്കെ നടക്കുന്നതിന് മുമ്പ് പണ്ട് കുട്ടികൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞിട്ട് ബാഗും തൂക്കി യൂണിഫോം ഇട്ട് ടയേർഡായിട്ട് ഒരു കോച്ചിങ് സെന്ററിൽ പോയിരുന്ന് പഠിക്കുക, എന്നിട്ട് രാത്രി 7 മണി വരെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ബസ് കയറി വീട്ടിൽ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ വീടിന്റെ കംഫർട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയുടെ ക്ലാസ് കണ്ട് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്. ആ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം, ഇന്ററാക്ട് ചെയ്യാം, എല്ലാ രീതിയിലുള്ള. മാത്രമല്ല CBSE നിങ്ങളുടെ ബോർഡ് എക്സാമിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് അതിനുവേണ്ടി സെപ്പറേറ്റ് ട്യൂഷൻ പോകണോ എന്നുള്ള വേവലാതി ഒന്നും വേണ്ട, ഇതിന്റെ കൂടെ തന്നെ പോകും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ, നിങ്ങളിപ്പോ 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് എക്സാം സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ യു ഗോട്ട് സ്റ്റക്ക് ഇൻ സം പോയിന്റ്. അപ്പൊ എനിക്ക് അതൊന്നുകൂടി റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആ ചാപ്റ്റർ ഒന്നുകൂടി കാണണം. സോ ദർ ഈസ് പേൾ ആക്സസ്. പേർഡിൽ നമ്മുടെ റെക്കോർഡഡ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ റെക്കോർഡഡ് വീഡിയോസ് നമുക്ക് കണ്ട് നമ്മുടെ സംശയങ്ങൾ പിന്നെയും തീർക്കാം. അപ്പൊ ഇത് ആക്ച്വലി ഡബിൾ ചാൻസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് മുതലെടുക്കണം എന്ന് തന്നെ പറയാം. പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഈ ആപ്പ് കിട്ടുന്നുണ്ട്. ഈ ആപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പേൾ വീഡിയോസ് ഉണ്ടാവും. അതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വിസസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഡെയിലി ക്വിസസ് ഉണ്ടാവും. ആപ്പിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അങ്ങനത്തെ അടിപൊളി ഒരു സംഭവമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. നമുക്ക് ഈ ആപ്പിന്റെ ഇതുകൂടി ഫീച്ചേഴ്സ് കൂടി നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അതപ്പോ ഒരു എൻട്രൻസ് പരീക്ഷയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് എൻട്രൻസ് എക്സാംസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ് ബോർഡ് എക്സാം ആയിട്ട്. അപ്പൊ അതിലേക്ക് പ്രാക്ടീസ് ചെയ്യിക്കാനാണ് ഡെയിലി ക്വിസസും ഗ്രാൻഡ് ടെസ്റ്റുകളും ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ പോലെയുള്ള GIB എക്സാം. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുന്നതാണ് സൈലത്തിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞത്. കാരണം നമുക്കത് എക്സ്ക്ലൂസീവ് ഫീച്ചറാണ്. കാരണം നമുക്കറിയാം JEE എന്ന് പറഞ്ഞത് എന്താണ്, ഈ ടവട്ട് നടക്കുന്ന ഒരു പരീക്ഷയല്ല, നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് പരീക്ഷ. അപ്പൊ നമ്മൾ എത്ര ആളുകളെടുത്ത് കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റും. നമ്മളെ ഷാർപ്പൻ ചെയ്യാൻ പറ്റും. അപ്പൊ GIB ഇപ്രാവശ്യം കേരളത്തിൽ ആദ്യമായിട്ട് ഓൾ കേരള ലെവലില് കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ് നടത്തിയത് നമ്മളാണ്. അപ്പൊ അടുത്ത വർഷവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മോക്ക് എക്സാംസിന്റെ ഭാഗമാകാനും അതിന്റെ റിസൾട്ടുകൾ പെർസെന്റൈൽ അവതരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫീച്ചർ ആണ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് AITS. അതില് ഒരു നാഷണൽ ലെവൽ നമ്മുടെ റാങ്ക് എവിടെയായിരിക്കും, നമ്മുടെ പെർസെന്റേജ് എവിടെയായിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അബണ്ടന്റ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ചിലേക്കാണ് നിങ്ങളെ ഓഫ് കോഴ്സ് സൈലത്തിലെ എല്ലാ കോഴ്സിലെ പോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ തന്നെ കിട്ടും. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ സജഷൻ എന്താണെന്ന് വെച്ചാല് +1 +2 പഠിക്കുന്ന ഒരു കുട്ടി, അപ്പൊ അവർക്ക് വേറൊരു കോച്ചിങ് ഉണ്ടെങ്കിൽ പോലും നിർബന്ധമായിട്ടും ഇതിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. കാരണം ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാ ഫീച്ചേഴ്സും ആപ്പിന്റെ ഫീച്ചേഴ്സും സൈലത്തിന്റെ ആ GIBന്റെ ഭാഗമാവുക. അതുപോലെ തന്നെ PW എന്ന് പറഞ്ഞ വലിയ ലാർജ് നെറ്റ്വർക്കിന്റെ ഇന്ത്യ മുഴുവനും ഉള്ള JEE ആസ്പിരൻസ് എൻറോൾ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിലേക്കൊക്കെയാണ് നിങ്ങൾക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സംശയം സ്വാഭാവികമായിട്ടും JEE എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഫസ്റ്റ് സെഷൻ നടക്കുന്നത് ജനുവരിയിലായിരിക്കും. അപ്പൊ ആ ജനുവരി ആകുമ്പോഴേക്ക് ഞാൻ എങ്ങനെയാണ് +2 പഠിക്കണം, +1 പഠിക്കണം, എന്നിട്ട് JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ നടക്കും എന്നുള്ളത് അതാണ് പ്രീ പ്ലാൻഡ് 1 ഇയർ അക്കാഡമിക് കലണ്ടറിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ഇപ്പൊ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് മാസങ്ങളിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, നമ്മളിനി പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറെ സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. അത് ഡെവലപ്പ് ചെയ്യുന്ന ക്ലാസ്സസ് ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടാവുക ഈ മാസം. പിന്നെ ഏപ്രിൽ മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം സ്കൂളിന്റെ ലോഡ് കുറച്ച് കുറവുള്ള സമയമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി കൂടുതലൊക്കെ ക്ലാസ് ഒക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ആക്സലറേറ്റഡ് പേസ് കുറച്ചും കൂടി മുന്നിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ ഏപ്രിൽ മെയ് മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് മുന്നിൽ കടന്ന് അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സ്കൂളിലേക്ക് എത്തുമ്പോണ്ടല്ലോ ആ ചാപ്റ്റേഴ്സും പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുണ്ടാവും. മാത്രമല്ല ആദ്യത്തെ ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പൊ മേജർ പോർഷൻ അല്ലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മെല്ലെ പഠിച്ച് എന്നാൽ വളരെ വൃത്തിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. ഒക്ടോബർ ആകുമ്പോഴേക്കും നമ്മുടെ പോർഷൻസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മളെ പരീക്ഷ കാത്തിരിക്കുന്നത് ജനുവരി മാസത്തിലാണ്. ഒക്ടോബർ കഴിഞ്ഞ് നമ്മൾ ഇനി എന്താ ചെയ്യുക, നവംബർ ഡിസംബർ മാസങ്ങളിൽ റിവിഷൻ ആണ്. ആ റിവിഷനിൽ നമ്മളിപ്പോ +2 ആണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. സോ ഇനി അടുത്ത ഒരു മാസം നമ്മൾ ചെയ്യാൻ പോകുന്നത് +1 JEE റിവിഷൻ ആണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് റിവിഷൻ. എനിക്കൊന്നും മറ്റൊരാൾക്കും
പറയാൻ കഴിയാത്ത അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ പ്ലാനുകളും റിവിഷൻ പ്രോഗ്രാംസും ആണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ മാസം നമ്മൾ +1 റിവിഷൻ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ഈ ജെയ് മെയിൻ ജനുവരിയിൽ വരും. ജനുവരിയിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് വേണ്ട മോക്ക് എക്സാംസും ഒക്കെ നടക്കുന്നുണ്ടാവും. ആൻഡ് ജെയ് മെയിൻ ജനുവരി പരീക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പിന്നെയും ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷനും അതേപോലെ ഇനി എന്ത് ചെയ്യുന്നുണ്ടാവും, ഏപ്രിൽ 2nd ഫേസ് ജെയ് വരുന്നുണ്ടാവും. അതിന് വേണ്ട മോക്ക് എക്സാംസും പ്രാക്ടീസും അതിന്റെ വേണ്ട ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഈ റിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ നവംബർ തൊട്ട് പിന്നെ അങ്ങോട്ട് റിവിഷൻ തന്നെയാണ്. +1ന്റെ റിവിഷൻ ചെയ്യുന്നു, ഡിസംബറിൽ +2ന്റെ റിവിഷൻ ഒന്നുകൂടി ചെയ്യുന്നു, ജനുവരിയിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള മോക്ക് എക്സാംസും ഡിസ്കഷൻസും ചെയ്യുന്നു, എക്സാം എഴുതുന്നു. അടുത്ത മാസം ആകുമ്പോഴേക്കും ബോർഡ് എക്സാമിന് എക്സ്ക്ലൂസീവ് ഡിസ്കഷൻ ആണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ടെൻഷൻ ആവേണ്ടില്ല. ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസിന്റെ അതുപോലെ അതിന്റെ റിവിഷൻ ആയിരിക്കും നടക്കുക. പിന്നെയും 2nd ഫേസിലേക്കുള്ള ജെഇയുടെ റിവിഷൻ, പിന്നെ 2nd ഫേസ് വരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ സൂപ്പർ കിങ്സ് ജെയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇത് കൂടാതെയുള്ള മറ്റ് കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് എക്സാംസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കിട്ടും. യെസ്. ഇനി നമ്മൾ ഏപ്രിൽ 2nd ഫേസ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, കീമോ പരീക്ഷ മെയ് മാസത്തിൽ വരുന്നുണ്ടാവും, ജെയ് അഡ്വാൻസ് മെയ് ലാസ്റ്റിലൊക്കെ വരുന്നുണ്ടാവും. അതിലുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടെ, അതായത് നിങ്ങൾ ഇതിന്റെ ഭാഗമാവുകയാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന അവസാനത്തെ പരീക്ഷ എന്താണോ അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ തരുന്നുണ്ടാവും. അഡ്വാൻസ് ക്ലാസ്സുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിന്റെ കൂടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ +2 പഠിക്കുകയാണ്, നമ്മളൊരു ലോങ് ജേണി നമ്മളെ ഹെഡ് ഉണ്ട്. 2024 മാർച്ച് മാസത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ നമ്മള് മുന്നിൽ കാണേണ്ട സമയം എത്രയാണ്, 2025 ജൂൺ വരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് പ്ലാനിന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അധികം ബേർഡൻ ഫീലും ചെയ്യില്ല. ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യാതെ എല്ലാം കൂട്ടിവെച്ച് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ടെൻഷൻ ആവും. അപ്പൊ മൊത്തത്തിൽ അത് കുളമാവും. അതുകൊണ്ട് ആദ്യം തൊട്ടേ മെല്ലെ 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 നമുക്ക് പഠിച്ച് നീങ്ങിക്കഴിഞ്ഞ് കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. കാരണം അത് ഓൾറെഡി സൈന്യത്തിന്റെ റിസൾട്ടിൽ പ്രൂവൺ ആണ്. അതുകൊണ്ട് അതിലൊരു സംശയമില്ല. അത് മാത്രമല്ല, ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഞാൻ ഇപ്പൊ +1 റിവിഷൻ ചെയ്യും, അതൊക്കെ നമ്മൾ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ്. +1 റിവിഷൻ, ബോർഡ് എക്സാമിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ അഡ്വാൻസ് വരെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ. നമ്മളിൽ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഇതില് കാര്യം. അപ്പൊ പ്ലാനിന്റെ ഭാഗമാവുകയാണെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച്, ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് പഠിക്കുക എന്നുള്ള വർക്ക് മാത്രം ചെയ്താൽ മതി. വി ഹാവ് എ പ്ലാൻ ഫോർ യു, യു ജസ്റ്റ് സ്റ്റിക്ക് ടു ഇറ്റ്. അപ്പം അങ്ങനെ നിങ്ങൾ സൂപ്പർ കിങ്സ് ജെയിലേക്ക് വരുന്നവരാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. 15,340 ആണ് ഇതിനുള്ള കോഴ്സ് ഫീ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യെസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി റീച്ച് ടു അസ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി വളരെ എന്താ പറയാ എക്കണോമിക്കലായ പ്രൈസ്. കാരണം സൈലം റവല്യൂഷൻ വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്താ വെച്ചാല്, പ്രൈസിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അഫോർഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ വേറെ സ്ഥലത്ത് ഓൾറെഡി ജോയിൻ ചെയ്ത ഒരു ഫിസിക്കൽ കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിർബന്ധമായിട്ടും ഇതിന്റെ ഭാഗമാവണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത്രയും ഫീച്ചേഴ്സ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. വേറൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനിയിപ്പോ അഥവാ ചില ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് തന്നെ വെച്ചിരുന്നു വിചാരിച്ചോ, അങ്ങനെയുള്ള ആളുകൾ പോലും 2025 ജെയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മളൊരു കോച്ചിങ് സെന്റർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഫീ കൺസെഷൻ, സ്കോളർഷിപ്പ്, ഇതെല്ലാം കിട്ടുന്നത് നമ്മളുടെ ആ വർഷത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. മാത്രമല്ല, നല്ല സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നും സാധിക്കുള്ളൂ. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ആരും ആലോചിക്കാനേ പാടില്ല. കാരണം നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 2025 ആദ്യത്തെ അറ്റംപ്റ്റിനെ കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളതൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സൂപ്പർ കിങ്സ് ജെയുടെ ഭാഗമാവുക. നമ്മൾ 2025 തന്നെ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോവാണ്. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാം. 6009100300. സോ എല്ലാവരും കോൾ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക, സൂപ്പർ കിങ്സ് ജെയുടെ ഭാഗമാകുക. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ.